സീക്രട്ട് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം പാപം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുവാനുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലൂൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുവാനുമായി എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഭീമനടി ക്രിസ്തുരാജ ദേവാലയത്തിലെ മതാധ്യാപകരും PTA പ്രതിനിധികളുമാണ്. അവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, മാത്യു സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? പാപികളായ മനുഷ്യരോട് ദൈവം കാണിച്ച കാരുണ്യത്തിൻ്റെ ഫലമാണ് മനുഷ്യാവതാരം ചെയ്ത മിശിഹ. യഥാർത്ഥത്തിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മിശിഹ മനുഷ്യനായി അവതരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. യെസ്, അതായത് സാറിൻ്റെ ചോദ്യം വളരെ വലിയൊരു ചോദ്യമാണ്. ഈ ഒരു വിഷയം നമ്മൾ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള എപ്പിസോഡിൽ, അതായത് ക്രിസ്തു വിജ്ഞാനീയം പഠിച്ചതാണ്. അപ്പോൾ എങ്കിലും സാറ് ചോദിച്ചത് കൊണ്ട് അതിന് വളരെ പെട്ടെന്നൊരു ഉത്തരം പറയാൻ സാധിക്കും. കൂടുതൽ വിശദമായി ഈ ഒരു കാര്യവും ഇതിൻ്റെ വിവിധ മാനങ്ങളും നമ്മളൊരു എപ്പിസോഡ് മുഴുവൻ എടുത്ത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും സാറ് ചോദിച്ചതാണ്, എന്തിനാണ് ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചത്? ഇങ്ങനെ മനുഷ്യനായി അവതരിക്കാതെ തന്നെ മനുഷ്യനെ രക്ഷിക്കാൻ മേലാഞ്ഞോ? ഇതാണ് സാറിൻ്റെ ചോദ്യം അല്ലേ? മനുഷ്യനായി അവതരിക്കാതെ ദൈവത്തിന് മനുഷ്യകുലത്തെ രക്ഷിക്കാനാകുമായിരുന്നോ എന്ന് ചോദിച്ചാൽ, മനുഷ്യനെയാണ് ദൈവത്തിന് രക്ഷിക്കേണ്ടത് എന്നുള്ളതിനാൽ ദൈവം മനുഷ്യനായി പിറക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം ഈ മനുഷ്യകുലത്തിൽപ്പെട്ട ആർക്കും മനുഷ്യനെ രക്ഷിക്കാൻ പറ്റിയല്ല. കാരണം എന്താണ്? മനുഷ്യപ്രകൃതി തന്നെ പാപത്താൽ മലിനമായി തീർന്നു. അതുകൊണ്ട് മലിനമാകാത്ത പ്രകൃതിയുള്ള ദൈവം മനുഷ്യനായെങ്കിൽ മാത്രമേ ഈ മനുഷ്യപ്രകൃതിയുടെ പാപത്തിന് പരിഹാരമാകാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയിലെ വേറെ ഏതെങ്കിലും മനുഷ്യരെ ഉപയോഗിച്ച് മനുഷ്യനെ രക്ഷിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം അതെന്താണ്? മനുഷ്യപ്രകൃതിയിലാണ് പാപം കടന്നു വന്നത് എന്നുള്ളതിനാൽ ഭൂമിയിലെ സർവ്വ മനുഷ്യരിലും പാപത്തിൻ്റെ മാലിന്യമുണ്ട് എന്നുള്ളതിനാൽ പാപമാലിന്യം ഏശാത്ത ദൈവപ്രകൃതിക്ക് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ്റെ വ്യാഖ്യാനം. പുണ്യവാൻ തന്നെ അതിനെ വളരെ ലളിതമായി വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്: എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, പിശാചിൻ്റെ അടിമകളായി തീർന്നു. ദൈവം പിശാചിനോട് ചോദിച്ചു, പിശാചെ, എൻ്റെ ജനത്തിനെ എനിക്ക് തിരിച്ചു തരണം. നിൻ്റെ അല്ലല്ലോ, അവരെൻ്റേതല്ലേ, അവരെനിക്ക് തിരിച്ചു വേണം. ഉടനെ പിശാച് ദൈവപിതാവിനോട് പറഞ്ഞു, അതിനെന്നാ ദൈവമേ, ഞാൻ തിരിച്ചു തന്നേക്കാം, എനിക്ക് ഈ മനുഷ്യനെ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യവും ഇല്ല. മറിച്ച് നീ എനിക്ക് ഒത്ത വില തരുവാണെങ്കിൽ ഞാൻ ഇവറ്റകളെ തന്നേക്കാം എന്ന് പറഞ്ഞു. ദൈവം ചോദിച്ചു, വിലയോ? കാരണം എന്താ? മനുഷ്യർ നിൻ്റെ ആയിരുന്നിരിക്കാം, പക്ഷെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം എന്നെ തിരഞ്ഞെടുത്ത് എൻ്റെ അടുത്ത് വന്നത്. അതുകൊണ്ട് അവരിപ്പോൾ എൻ്റെ സ്വന്തമാണ്. അവരെ നിനക്ക് തിരിച്ചു വേണമെങ്കിൽ ഒത്ത വില തരണം. എന്നതാ നീ ചോദിക്കുന്ന വില? ദൈവം ചോദിച്ചു. പിശാച് പറഞ്ഞു, നിൻ്റെ ഏകജാതനായ ഈശോ മിശിഹായുടെ ചോരയും ജീവനും വിലയായി തന്നാൽ ഞാൻ ഇവറ്റകളെ തിരിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞു. അതൊരിക്കലും ദൈവത്തിന് കൊടുക്കാൻ പറ്റാത്ത വിലയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പിശാച് ചോദിച്ചത്. പക്ഷേ പിശാചിനെ ഞെട്ടിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, യെസ്, റെഡി. എൻ്റെ ഏകജാതൻ്റെ ജീവനും ചോരയും വിലയായി തന്നുകൊണ്ട് ഞാൻ മനുഷ്യ മക്കളെ രക്ഷിക്കാൻ തീരുമാനിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസിൻ്റെ രക്ഷാരഹസ്യത്തിൻ്റെ വ്യാഖ്യാനമാണ്. അതിൽ ഈ പറഞ്ഞ
സത്യത്തിൻ്റെ വിശദീകരണമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ജോസഫ് സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ ആത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല. ഇവിടെ ആത്മാവ് എന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണോ? അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിലെ ആൾ തന്നെയല്ലേ? യെസ്, അത് വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഉള്ള മുൻ എപ്പിസോഡുകളിൽ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇവിടെ പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറഞ്ഞാൽ ഇന്ന പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഇതിനെ ദൈവശാസ്ത്രജ്ഞന്മാർ വ്യാഖ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവ് ഈ ഭൂമിക്ക് കൊടുത്ത ഏറ്റവും വലിയ സത്യം, വെളിപ്പെടുത്തൽ ഏതാണ്? ഈശോമിശിഹായാണ്. ഈശോമിശിഹായെ രക്ഷകനായി സ്വീകരിക്കാനുള്ള എല്ലാ വഴികളും ഒരു വ്യക്തിയുടെ മുമ്പിൽ തുറന്ന് കിട്ടിയിട്ടും ഈശോയെ രക്ഷകനായി സ്വീകരിക്കാതിരിക്കുന്ന മനോഭാവത്തെയാണ് എന്തെന്ന് വിളിക്കുക? പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് വിളിക്കുക. നിക്കോദേമൂസിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞൊരു അപ്രമാണീയ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇതേ ചോദ്യം ശ്ലീഹന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്. 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു അപ്രമാണീയ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ ചോദിക്കുന്നുണ്ട്, ഗുരു അങ്ങ് പറയുന്നുണ്ടല്ലോ പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല. ഏതായി പരിശുദ്ധാത്മാവിനെതിരായ പാപം? അവിടെ ഈശോ പറയുന്ന മറുപടിയും ശ്രദ്ധേയമാണ്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് തുടങ്ങിയതും പരിശുദ്ധാത്മാവ് നിരന്തരം പരിപാലിക്കുന്നതും പരിശുദ്ധാത്മാവ് വളർത്തുന്നതുമായ എൻ്റെ ശരീരമായ തിരുസഭ, ആ സഭയെ തകർക്കാൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. അത് ഒരു വ്യക്തിയുടെ നാശത്തിലേ ചെന്നെത്തൂ എന്നാണ് ഈ 2-ാം നൂറ്റാണ്ടിലെ അപ്രമാണീയ ഗ്രന്ഥം നൽകുന്ന വ്യാഖ്യാനം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരായ പാപത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്നുള്ളതിനേക്കാൾ ഉപരി സത്യത്തെ ഒരു വ്യക്തി ബോധപൂർവം നിഷേധിച്ചാൽ ആ വ്യക്തിയെ രക്ഷിക്കാൻ ആർക്കാ പറ്റുക? ഉറങ്ങിക്കിടക്കുന്നവനെ ഏൽപ്പിക്കാം, ഉറക്കം നടിച്ചവനെ എഴുന്നേൽപ്പിക്കാൻ പറ്റിയല്ല എന്ന് പറയുന്നത് പോലെയാണ്, അല്ലേ? ഒരു കാര്യം അറിയാൻ മേല എങ്കിൽ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. പക്ഷെ അവനെല്ലാം അറിയാം, എന്നിട്ടും അവൻ മനഃപൂർവ്വം നിഷേധിച്ച് ജീവിച്ച് അവനെ തിരുത്താൻ ആരെ കൊണ്ടാണ് പറ്റുക? ആ അവസ്ഥയാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏക മാർഗം ഈശോമിശിഹായാണ്. ആ ഈശോമിശിഹായെ അവന് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയ ശേഷവും അവൻ ഈശോയെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവനെങ്ങനെയാണ് രക്ഷപ്പെടുക? ആ ഈശോയുടെ തുടർച്ചയായ സഭ, ആ സഭയെ തകർക്കാനാണ് അവൻ്റെ പരിശ്രമമെങ്കിൽ അവനെങ്ങനെയാണ് രക്ഷപ്പെടുക? അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ശരി. ഇത്ര വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, സക്കറിയ സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1847 ഖണ്ഡികയിൽ ഇപ്രകാരം നാം വായിക്കുന്നു: നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ നീതീകരിക്കാനാവില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലും ചരിത്രത്തിലും നാം കാണുന്നുണ്ട്, ദൈവം തൻ്റെ പ്രത്യേക ഇടപെടലിലൂടെ മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതായി. ഉദാഹരണം വിശുദ്ധ പൗലോസ്ലീഹ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാക്കുകളെ എങ്ങനെയാണ് വിശദീകരിക്കാൻ സാധിക്കുക? അത് നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല. വിശുദ്ധ അഗസ്റ്റിൻ്റെ പ്രസിദ്ധമായ വാചകമാണ്. അത് മതബോധന ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അങ്ങനെ ദൈവം നമ്മളുടെ അനുവാദം ഇല്ലാതെ ദൈവം എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു. അതാണ് സക്കറിയ സാറിൻ്റെ ചോദ്യം. സാവൂളിൻ്റെ മാനസാന്തരമാണ് ഉദാഹരണവും പറഞ്ഞത്, അല്ലേ? ആ ഉദാഹരണം തന്നെ എടുക്കുക. സാറിൻ്റെ ഉദാഹരണത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ടെന്നാണ് എനിക്ക് തോന്നുക. സാവൂളിനെ ദൈവം കുതിരപ്പുറത്തുനിന്നോ എവിടുന്നോ ഉരുട്ടി താഴെ ഇട്ടു. ദമാസ്കസിലേക്കുള്ള വഴിയിൽ നഗരകവാടത്തിൽ വെച്ച് അവൻ താഴെ വീണു എന്ന് പറയുന്നുണ്ട്. കുതിരപ്പുറത്തുനിന്ന് ഉരുണ്ട് വീഴ്ത്തി ദൈവം അവനോട് ചോദിച്ചു, നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നത്? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഇത്രയും ദൈവം പറഞ്ഞു.
ബാക്കി തീരുമാനങ്ങളും തിരിച്ചറിവുകളും തിരുത്തലുകളും നിഷ്ണാതമായ തുടർ പ്രവർത്തനങ്ങളും ആരാ ചെയ്തത്? പൗലോസ്ലീഹ തന്നെ ചെയ്തതാണ് അല്ലേ? എത്രയോ പേര് കുതിരപ്പുറത്തുനിന്ന് വീഴുന്നു. ആരെങ്കിലും പൗലോസ്ലീഹ ആയിത്തീരുന്നുണ്ടോ? ഉണ്ടോ? എത്രയോ പേർ ഉരുണ്ട് വീഴുന്നു. രക്ഷപ്പെടുന്നുണ്ടോ? ഇന്നലെ ഞാൻ ഒരു ഇടവകയിൽ അജപാലന സന്ദർശനത്തിന് പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അവൻ പള്ളിയിൽ പോക്കുമില്ല, പ്രാർത്ഥനയില്ല, ഇങ്ങനെ കുരുത്തക്കേടും കാണിച്ച് നടക്കുകയായിരുന്നു. അവന് ഒരു അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽപ്പെട്ട് അവൻ മരണാസന്നനായി ഇപ്പം മരിക്കും എന്ന അവസ്ഥയിലെത്തി. നാട്ടുകാരെല്ലാം അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ രക്ഷപ്പെട്ടു വന്നു. രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ ഭയങ്കര ഭക്തനായി തീർന്നു. അതീവ ഭക്തനായി തീർന്ന് പ്രാർത്ഥനയും കുമ്പസാരവും കുർബാനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പള്ളി കേന്ദ്രീകരിച്ച് ജീവിച്ചു. 2 കൊല്ലം അങ്ങനെ ജീവിച്ചു. അതിനുശേഷം അവൻ പഴയതിനേക്കാളും ഭയങ്കര തരികടയായി തീർന്നു. മനസ്സിലായോ? ദൈവം രക്ഷപ്പെടാൻ വേണ്ടി പല സൂചനകളും അടയാളങ്ങളും പലർക്കും കൊടുക്കാറുണ്ട്. പക്ഷേ അവർ അത് പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ ദൈവം ഒരു നിമിഷത്തിലൂടെ അവരുടെ ജീവിതത്തിൽ ഇടപെടുകയും അവരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യം. പക്ഷേ ആ മാനസാന്തരത്തിൻ്റെ വഴിയിൽ നിലനിൽക്കണം എന്നുണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ ബോധപൂർവമായ തീരുമാനങ്ങൾ, അതിനുവേണ്ടിയുള്ള കഠിനമായ പരിശ്രമങ്ങൾ, പരിത്യാഗങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞത്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാകിയല്ല എന്ന് പറഞ്ഞത്. രക്ഷയുടെ വഴിയിൽ മനുഷ്യൻ്റെ പരിശ്രമം പരമപ്രധാനമാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വീഴ്ചകളോ രോഗങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ കൂടുതൽ വിശുദ്ധിയിൽ വളരാൻ വേണ്ടി, അല്ലെങ്കിൽ ആ രോഗങ്ങളൊക്കെ കൂടുതൽ വിശുദ്ധിയിൽ വളരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതായി നമ്മൾ കരുതണോ? തീർച്ചയായും ദൈവം അനുവദിക്കുന്ന സഹനങ്ങളാണെങ്കിൽ അവയ്ക്കെല്ലാം രക്ഷാകരമായ മൂല്യങ്ങളുണ്ട്. രക്ഷാകരമായ വഴിയിൽ തന്നെ അവയെല്ലാം മനസ്സിലാക്കണം. ദൈവം ശിക്ഷിച്ചതോ നമ്മളെ നശിപ്പിച്ച് കളയാൻ ഉദ്ദേശിച്ചതോ ഒന്നുമല്ല. ദൈവത്തിന് ആ സഹനങ്ങളിലൂടെ ഒരുപക്ഷെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മളെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹം കാണും. അതല്ല എങ്കിൽ ആ സഹനത്തിലൂടെ ചിലപ്പോൾ മരണമായിരിക്കും അതിൽ സംഭവിക്കുക. ആ സഹനത്തിലൂടെയുള്ള മരണം വഴി ആ വ്യക്തിയെ വിശുദ്ധീകരിച്ച് നിത്യഭാഗ്യത്തിലെത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാകും. എല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമായി നമ്മൾ സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ പാപകരമായ അവസ്ഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ രക്ഷ നേടുന്നതിന് വേണ്ടി ദൈവം അടയാളങ്ങൾ നൽകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും ദൈവം പാപിയുടെ മാനസാന്തരം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ ഒപ്പം നടന്നുകൊണ്ട് ഒരുപക്ഷെ അവനെ ഓർത്ത് കരയുന്ന ഒരു അമ്മയുടെ കണ്ണുനീര് ദൈവത്തിൻ്റെ അരുളപ്പാടാണ് അവൻ്റെ ജീവിതത്തിൽ. വഴിയെ നടക്കുമ്പോൾ അവനെ കണ്ട് അവനെ പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞു, എടാ കുഞ്ഞെ, ഇങ്ങനെ നടന്ന് നാട്ടിനും വീടിനും പേരുദോഷം ഉണ്ടാക്കണോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ദൈവസ്വരമാണ് അവൻ്റെ ജീവിതത്തിൽ. അതല്ല എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പാപിയുടെ വഴിയിൽ എപ്പോഴും തിരിച്ചടികളും പരാജയങ്ങളുമാണ് കാത്തിരിക്കുന്നത്. ആ വഴിയിൽ അവനെ ദൈവം തിരുത്താൻ ശ്രമിച്ചതാണ്. ചിലപ്പോൾ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും കൊടുത്തുകൊണ്ട് ദൈവം അവനോട് പറയാം, നിൻ്റെ പാപമൊന്നും നിനക്കെതിരെ പരിഗണിക്കാതെ ഞാൻ നിന്നെ അനുഗ്രഹിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇനിയെങ്കിലും നീ എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എന്നിലേക്ക് വരാൻ വേണ്ടിയാണ്. ദൈവം നിരന്തരമായി പാപിയുടെ പിന്നാലെ നടക്കുന്നു. സഭയിലെ പിതാക്കന്മാർ പറഞ്ഞതുപോലെ സ്വർഗീയ വേട്ടപ്പട്ടി എന്നാണ് ദൈവത്തെ വിശേഷിപ്പിക്കുന്നത്, അല്ലേ? ഹൗണ്ട് ഓഫ് ഹെവൻ എന്നുള്ള കവിത നിങ്ങൾക്കറിയാം. ദൈവം ഒരു വേട്ടനായയെപ്പോലെ നമ്മുടെ പുറകെ നടക്കുകയാണ്. എന്തിനാണ്? നമ്മളെ ദൈവത്തിന് വേണ്ടി നേടാൻ വേണ്ടി ദൈവം സദാ നമ്മുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു പാപിയെയും ദൈവം എഴുതി തള്ളിയിട്ടില്ല. അവസാന നിമിഷം വരെയും അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം അവൻ്റെ പിന്നാലെയുണ്ട്. അനേകം അടയാളങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും ദൈവം ആ വ്യക്തിയോട് സംസാരിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് സത്യം. പിതാവേ, എനിക്കൊരു സംശയം കൂടിയുണ്ട്. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ?
ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ ഉണ്ട്. ചിലപ്പോൾ ചില സഹനങ്ങൾ നമ്മുടെ പാപം മൂലം നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തുന്നതാണ്, അല്ലേ? ഞാൻ ഏതെങ്കിലും തോന്നിയാസം കാണിച്ച് നാട്ടുകാരെന്നെ പിടിച്ച് തല്ലി, അത് ദൈവം അനുവദിച്ചതല്ല, എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്, അല്ലേ? അല്ലെങ്കിൽ ഞാൻ തച്ചിനിരുന്ന് മദ്യം കുടിച്ച് എന്തെങ്കിലും രോഗം പിടിപ്പിച്ചു, അത് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്. എല്ലാ സഹനങ്ങളും ദൈവം അനുവദിക്കുന്നതാകണമെന്നില്ല. ചിലതൊക്കെ നമ്മളുടെ തിന്മകളുടെ തിരിച്ചടിയായി സംഭവിക്കാവുന്നതാണ്. ചിലതൊക്കെയും നമ്മളെ വിശുദ്ധീകരിക്കാനോ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയോ ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയോ ദൈവം തൻ്റെ തിരുക്കുമാരൻ്റെ ബലിയിൽ നമുക്കും പങ്കാളിത്തം തരുന്ന സഹനങ്ങളുണ്ട്. അതിനെയാണ് ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ എന്ന് പറയുന്നത്. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, ജോൺസൺ സാറാണ്. സാറിൻ്റെ സംശയം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. എല്ലാ ജനവിഭാഗങ്ങളിലും പാപത്തിന് പരിഹാരം പുണ്യമാണ്. കുമ്പസാരത്തിലൂടെ പാപമോചനം ലഭിക്കുന്നത് കൊണ്ട് ചെറിയ പരിഹാരങ്ങൾക്കപ്പുറമുള്ള വലിയ സുഹൃത ജീവിതം കുറഞ്ഞു വരുന്നതായി തോന്നുന്നുണ്ടോ? പിതാവിൻ്റെ നിരീക്ഷണം എന്താണ്? ഓക്കെ, ഹെഡ് മാസ്റ്റർ ചോദിച്ചതായതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമായിട്ട് നമുക്ക് പരിഗണിക്കാം, അല്ലേ? അതായത് പാപത്തിന് കുറേ പാപം ചെയ്തതിന് അതിന് പകരമായി കുറേ പുണ്യം ചെയ്താൽ പാപം ഇല്ലാതാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ലാതാകില്ല എന്നതാണ് ക്രൈസ്തവ വിശ്വാസവും വീക്ഷണവും. കാരണം എന്താണ്? പാപത്തെ ഇല്ലാതാക്കാൻ ദൈവപുത്രന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു പാത്രത്തിൽ കുറേ മണ്ണെണ്ണ എടുത്തു. മണ്ണെണ്ണയുടെ മണം അസഹ്യമായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അതിനകത്ത് കുറേ പാൽപ്പായസം കോരി ഒഴിച്ചു. വീണ്ടും വീണ്ടും പാൽപ്പായസം ഒഴിച്ചു. അവസാനം പായസം കുടിക്കാൻ നോക്കി. എന്ത് പറ്റും? പറ്റിയല്ല. കാരണം എന്താണ്? തിന്മ എപ്പോഴും തിന്മ തന്നെയാണ്. അതെത്ര നന്മയോട് കൂട്ടിക്കലർത്തിയാലും തിന്മ എന്താണ്? തിന്മയാണ്. ആ തിന്മയെ ഇല്ലാതാക്കിയ ശേഷമാണ് നന്മയായി പരിഗണിക്കപ്പെടുന്നത്. മനസ്സിലാകും? അതുകൊണ്ട് ഈ ഒരു കൽപ്പന ലംഘിക്കുന്നവൻ മറ്റെല്ലാം ലംഘിക്കപ്പെട്ടതായി കരുതുമെന്ന് ഈശോ പറഞ്ഞില്ലേ? അതിൻ്റെ അർത്ഥം അതാണ്. അതുകൊണ്ട് പാപത്തിന് പകരമായി കുറച്ച് പുണ്യം ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ സഭയുടെ വിശ്വാസമനുസരിച്ച് പോരാ. മറിച്ച് ആ പാപത്തെ ഇല്ലാതാക്കണം. പാപത്തെ ഇല്ലാതാക്കണമെങ്കിൽ എന്തു ചെയ്യണം? പാപത്തെ ഇല്ലാതാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. പരിശുദ്ധനായ ദൈവപുത്രൻ്റെ തിരുരക്തം കൊണ്ട്, കുരിശിലൊഴുകിയ തിരുരക്തം കൊണ്ട് എൻ്റെ ആത്മാവിനെ ഞാൻ കഴുകണം. ഈശോ അങ്ങനെ നമ്മുടെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിക്കുന്ന അവസരമാണ് വിശുദ്ധ കുമ്പസാരം. അതിലൂടെ പാപമോചനം നേടണം. ആ പാപമോചനത്തിന് പരിഹാരത്തിൻ്റെ വഴിയുണ്ട് വീണ്ടും. അതാണ് ഈ പുണ്യപ്രവർത്തികൾ. തീർച്ചയായും പുണ്യപ്രവർത്തികളുടെ വില കുറച്ച് കാണിക്കുകയോ പുണ്യപ്രവൃത്തി വേണ്ട എന്ന് പറയുകയോ ചെയ്യുകയല്ല. നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരമായി പുണ്യപ്രവർത്തികൾ നമുക്ക് ചെയ്യാം. പക്ഷേ എല്ലാ പാപത്തിൻ്റെയും യഥാർത്ഥ പരിഹാരമായ കുരിശിലെ ബലിയുടെ വരപ്രസാദം നാം നേടിക്കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ പുണ്യങ്ങളൊക്കെയും രക്ഷാകരമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയുള്ളൂ. അല്ല എങ്കിൽ ആ പുണ്യങ്ങൾ പലതും പാഴായി പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇത്ര വ്യക്തമായല്ലോ അല്ലേ? ഇനി ആർക്കെങ്കിലും ചോദ്യമുണ്ടോ? ഇല്ല, ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രേക്ഷകരുടെ സംശയങ്ങളാണ്. ബിനു മാത്യു പൂഞ്ഞാറിൽ നിന്ന് എഴുതി അയച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: അഭിവന്ദ്യ പിതാവേ, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 103 ഖണ്ഡികയിൽ പറയുന്നത് പോലെ ബൈബിൾ തുറന്നു വെച്ച് വചനമാകുന്ന ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് ക്രൈസ്തവ മതങ്ങൾക്ക് വിലക്കുള്ള സ്ഥലങ്ങളിൽ അവിടെ വീട് നടത്തുന്ന പ്രാർത്ഥനകളിൽ നമുക്ക് ബൈബിൾ തുറന്നു വെച്ച് വചനമാകുന്ന ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ബിനു മാത്യുവിൻ്റെ ചോദ്യം. ഓ യെസ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ദൈവെർബും നമ്പർ 12 അതിൻ്റെ മറുപടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധന രേഖ. അതിൽ പറയുന്നുണ്ട്, ദൈവവചനവും പരിശുദ്ധ കുർബാനയും
തിരുസഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ ഒരുപോലെ ദൈവാവിഷ്കരണത്തിൻ്റെ വഴികളാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നത് പോലെ ബൈബിളിനെ ആരാധിക്കാവോ എന്നാണ് ഇവിടുത്തെ ചോദ്യം, അല്ലേ? പെട്ടെന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന ഒരു വഴിയല്ല. കാര്യം ദൈവാവിഷ്കരണത്തിൽ അങ്ങനെ ഒരു സൂചനയുണ്ട് എങ്കിൽ പോലും നമുക്കറിയാം ദൈവവചനവും അതുപോലെ പരിശുദ്ധ കുർബാനയും തീർച്ചയായും ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ്, സംശയമില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഒരേ തലത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ വചനത്തിൻ്റെ മേശയും അപ്പത്തിൻ്റെ മേശയും ഉണ്ട്, അല്ലേ? എല്ലാ ആരാധനാക്രമങ്ങളിലും അപ്രകാരം സൂക്ഷിക്കാറുണ്ട്. ബൈബിൾ വായിക്കാൻ വേണ്ടി ഒരു പീഠം, ബലി അർപ്പിക്കാൻ വേണ്ടി വേറൊരു പീഠം. ആ രീതിയിൽ ചെയ്യുന്നത് വചനത്തിൻ്റെ മേശ, അപ്പത്തിൻ്റെ മേശ. അതുകൊണ്ട് ദൈവവചനം തീർച്ചയായും ദൈവം തന്നെയാണ്, സംശയമില്ല. കാരണം എന്താണ്? വചനം തന്നെയായ ഈശോ. വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, വലിയ അടയാളങ്ങൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ വായിൽ നിന്ന് ഇരുതല വാള് പോലെ നാവ് പുറപ്പെട്ടു. അവൻ 7 ദീപങ്ങളുള്ള പീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവനായിരുന്നു. അവൻ്റെ പേര് ദൈവവചനം എന്നായിരുന്നു എന്ന് പറഞ്ഞു, അല്ലേ? യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് വചനത്തെ ദൈവമായി കരുതി ആരാധിക്കുന്ന പാരമ്പര്യം തീർച്ചയായും നമുക്ക് സ്വീകാര്യമാണ്. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടമുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവചനം എന്ന് പറഞ്ഞ് നമ്മൾ POC ബൈബിള് എന്ന് പറഞ്ഞ ആ പുസ്തകത്തെ പരിശുദ്ധ കുർബാനയ്ക്ക് തുല്യമായി ആരാധിക്കാൻ തുടങ്ങിയാൽ അതെന്താണ്? അത് പാപമല്ല, അതൊരു അവിവേകമാണ്. പാപം എന്ന് ഞാൻ പറയല്ല, അതിനകത്തൊരു അവിവേകമുണ്ട്. കാരണം എന്താ? വചനം എന്ന് പറയുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച ദൈവീക മാധ്യമമാണ് വചനം. അത് പ്രിൻ്റ് ചെയ്ത പുസ്തകത്തെ ആരാധിക്കാൻ തുടങ്ങരുത്. പുസ്തകം തുറന്നു വയ്ക്കുകയും അതിനെ നമ്മൾ ധൂപിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ആ പുസ്തകം തുറന്നു വെച്ച ബൈബിളിൻ്റെ മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷേ ബൈബിളിനെ പരിശുദ്ധ കുർബാനയ്ക്ക് തുല്യമായി ബൈബിൾ എന്ന പുസ്തകത്തെ കരുതിയാൽ അതിന് സഭാപിതാക്കന്മാർ പറയും അത് ബിബ്ലിയോലട്രി, ബൈബിൾ വിഗ്രഹാരാധന എന്ന് പറഞ്ഞൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ ആരാധിക്കാൻ സൗകര്യമില്ലാത്ത വീടുകളിലൊക്കെയും അങ്ങനെയുള്ള രാജ്യങ്ങളിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവർക്ക് തീർച്ചയായും നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥം തുറന്നു വയ്ക്കാം. വിശുദ്ധ ഗ്രന്ഥത്തെ നിങ്ങൾക്ക് ധൂപിക്കാം, അതിനു മുമ്പിൽ ആരതി നടത്തി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ വണങ്ങാം. ഇതെല്ലാം നമ്മൾ ആരാധനാക്രമത്തിൽ ചെയ്യുന്നുണ്ട്, അല്ലേ? വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത് പോലെ തന്നെയാണ് അച്ഛൻ ആൾത്താരയിൽ നിന്ന് ബൈബിള് സുവിശേഷം എടുത്തുകൊണ്ട് താഴോട്ട് വരുന്നത്. ധൂപത്തിൻ്റെ അകമ്പടിയോടുകൂടി തിരിക്കാലുകളോടുകൂടി മണിയടിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന കൊണ്ടുവരുന്ന അതേപോലെയാണ് കൊണ്ടുവരുന്നത്. അപ്രകാരം ചെയ്യുന്നത് നല്ലതാണ്. വചനം വായിച്ചു കഴിഞ്ഞാൽ അതിനെ മുത്തി ആണ് തിരികെ വയ്ക്കുന്നത്. അപ്പോൾ അത് ഈശോ തന്നെയാണ് വചനം എന്നുള്ള സത്യമാണ് അവിടെ ഏറ്റുപറയുന്നത്. അതുകൊണ്ട് അപ്രകാരമുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ രീതികളും അവലംബിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെ അവലംബിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, തിരുവോസ്തിയിൽ ഈശോ സത്യമായും വ്യക്തിപരമായും സന്നിഹിതമായിരിക്കുന്നത് പോലെ, ഈ കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, തിരുവോസ്തിയിൽ ഈശോ മിശിഹ സത്യമായും വ്യക്തിപരമായും സന്നിഹിതമായിരിക്കുന്നത് പോലെ പ്രിൻ്റഡ് ടെക്സ്റ്റായ ബൈബിളിൽ ഈശോ സത്യമായും വ്യക്തിപരമായും സന്നിഹിതമാണ് എന്ന് കരുതരുത്. കാരണം എന്താണ്? വചനം ഈശോ തന്നെയാണ്. വചനം എന്ന് പറയുമ്പോൾ അത് പ്രിൻ്റ് ചെയ്ത് ബൈൻഡ് ചെയ്തൊരു പുസ്തകം എന്ന അർത്ഥത്തിലേക്ക് അതിനെ മനസ്സിലാക്കാതിരിക്കാനുള്ള ഒരു വിവേകം കൂടി നമുക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ബൈബിളിന് തുല്യമാണ് വിശുദ്ധ കുർബാന എന്നോ വിശുദ്ധ കുർബാനയ്ക്ക് തുല്യമാണ് ബൈബിളെന്നോ ഒറ്റ വാക്കിൽ നമ്മൾ ഉത്തരം പറയാൻ ശ്രമിച്ചാൽ അത് അല്ല ദൈവവർബം നമുക്ക് തരുന്ന യഥാർത്ഥ സന്ദേശം എന്നുകൂടി ഓർക്കണം. നന്ദി പിതാവേ. സഹോദരൻ ഉത്തരം വ്യക്തമായി എന്ന് കരുതുകയാണ്. ഇതുപോലെ പ്രേക്ഷകരായ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട വിലാസം
To the producer, CCAT, Shalom Television, Peruvannamuzhi PO, Kozhikode. Pin code 673528. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.